Welcome to the second part of network theorems. ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ജനറേറ്റർ ആണ്. സോ ആ കൂട്ടത്തിലെ ഫസ്റ്റ് വൺ ആണ് എന്ത്? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. So an ideal voltage source is an electric generator that maintains its voltage independent of the output current. ഏത് ഇലക്ട്രിക് ജനറേറ്റർ ആണോ, ഇലക്ട്രിക് ജനറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർക്യൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇ എം എഫോ കറണ്ടോ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സുകളാണ്. അപ്പം ഏത് സോഴ്സ് ആണോ അതിൻ്റെ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇതിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സോഴ്സുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെൽ എപ്പോഴും അതിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഔട്ട്പുട്ട് കറണ്ട് എന്തും ആയിക്കോട്ടെ, പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഐഡിയൽ കറണ്ട് സോഴ്സ്. An ideal current source is a generator that maintains the output current independent of the voltage across the terminal. ഏത് സോഴ്സ് ആണോ അല്ലെങ്കിൽ ഏത് ഇലക്ട്രിക് ജനറേറ്റർ ആണോ അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ. സോഴ്സിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഏത് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ടെർമിനൽ അക്രോസ് ആയിട്ട് ഏത് വോൾട്ടേജ് ആണെങ്കിലും അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് കറണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ്. ഫോർ എക്സാമ്പിൾ ഫോട്ടോ ഇലക്ട്രിക് സെൽ. ഓക്കെ, ഇനി ഐഡിയൽ കറണ്ട് സോഴ്സിനെ സാധാരണഗതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് എ സർക്കിൾ വിത്ത് എ ആരോ ഇൻസൈഡ് ഇറ്റ്. ഒരു സർക്കിൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഒരു ആരോ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു കറണ്ട് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ഐഡിയൽ കറണ്ട് സോഴ്സും. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൽ അത് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഐഡിയൽ കറണ്ട് സോഴ്സിൽ ഔട്ട്പുട്ട് കറണ്ട് എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഴ്സ് കൺവേർഷൻ. സോഴ്സ് കൺവേർഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് തിയറത്തിലെ നെറ്റ്വർക്ക് അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. എന്താണ് സോഴ്സ് കൺവേർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സ് ആയിട്ട് മാറ്റാം. പക്ഷേ വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സ് ആക്കി മാറ്റുമ്പോൾ അത് ഇക്വാലൻ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് സോഴ്സ് കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, സോഴ്സ് കൺവേർഷൻ. എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് ഈസ് ഇക്വാലൻ്റ് ടു എ കറണ്ട് സോഴ്സ് വിത്ത് സെയിം റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഒരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ കയ്യിലൊരു അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ്, this circuit is equivalent to a current source with same resistance connected in parallel. ഒരു വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഓർ ഇക്വാലന്റ് ടു എ കറണ്ട് സോഴ്സ് വിത്ത് എ സെയിം റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ ആയിരിക്കുന്ന. അപ്പോൾ എന്തുകൊണ്ടത് ഇക്വലൻ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിലും ഇവിടെ കറണ്ട് സോഴ്സ് ആണെങ്കിലും ഈ ടെർമിനലിന് അക്രോസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞ ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഈക്വൽ ആയാൽ മതി. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? സോഴ്സ് കൺവേർഷൻ ആണ്. വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്താക്കി മാറ്റി? കറണ്ട് സോഴ്സിൻ്റെ സർക്യൂട്ടാക്കി മാറ്റി. സോ ദിസ് ഇസ് നോൺ ആസ് സോഴ്സ് കൺവേർഷൻ. അപ്പോൾ ഇത് സോഴ്സ് കൺവേർഷനിൽ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ഈക്വലൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ എ ആൻഡ് ബി ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കണം? രണ്ട് സ്ഥലത്തും സെയിം ആയിരിക്കണം. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇൻ എ സോഴ്സ് കൺവേർഷൻ എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് ഈസ് ഇക്വാലന്റ് ടു എ കറണ്ട് സോഴ്സ് വിത്ത് സെയിം റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ. ഇവിടെ എത്രയാണോ റെസിസ്റ്റൻസ് യൂസ് ചെയ്തത് അതേ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഈ കറണ്ട് സോഴ്സിന് പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. സോ ഫസ്റ്റ് ഞാൻ അതിൻ്റെ വോൾട്ടേജ് സോഴ്സിൻ്റെ സർക്യൂട്ട് എടുക്കുകയാണ്. സോ എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് ആർ. ഇനി ഇതിനെ അക്രോസ് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഞാൻ VAB എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ട് ഒന്ന് നോക്കിയേ. ഈ സർക്യൂട്ടിൽ എ ആൻഡ് ബി ടെർമിനൽ ഓപ്പൺ അല്ലേ? അപ്പോൾ ഈ ഒരു ടെർമിനൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി ടെർമിനൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ EMF ഓഫ് ദിസ് വോൾട്ടേജ് സോഴ്സ്. ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ടൊന്നും പാസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാവില്ല? ഒരു തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവില്ല. അപ്പം ഇവിടെ എത്രയാണോ ഈ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന EMF ഉള്ളത് അത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ടെർമിനലിന് അക്രോസ് ആയിട്ട് വരും. സോ സിൻസ് ദ
since the circuit is open, the output voltage equals to the EMF of the voltage source. So VAB equal to V. Equation number 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കറണ്ട് സോഴ്സ് ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഒരു കറണ്ട് സോഴ്സ് വേണം. അപ്പോൾ ആ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? കറണ്ട് സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സർക്യൂട്ടിലൂടെ എത്രയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതാണ്, ഞാൻ ഈ ഒരു 2 ടെർമിനലിനെ ഞാൻ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. അപ്പോൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആയല്ലോ, അപ്പോൾ അതിലൂടെ കറണ്ടും ഫ്ലോ ചെയ്യല്ലോ. അപ്പോൾ നോക്കാം. സോ നൗ ഷോർട്ട് ദ ടെർമിനൽ യൂസിങ് കണ്ടക്ടിങ് വയർ സോ ദാറ്റ് എ കറണ്ട് ഐ വിൽ ഫ്ലോ ത്രൂ ദിസ് സർക്യൂട്ട്. ഇവിടെ കണ്ടക്ടിങ് വയറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്കറിയാം കണ്ടക്ടിങ് വയറിൻ്റെ കേസിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് കണ്ടക്ടിങ് വയർ വെച്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഞാൻ എയും ബിയും ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, ശരിയല്ലേ? അപ്പം ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ്, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ്? ബി ഈക്വൽ ടു ഐ ആർ. അതായത് ഓംസ് ലോ പ്രകാരമാണ്. ഓംസ് ലോ പ്രകാരം ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇക്വേഷൻ 1 എന്താ പറയുന്നത്? വി എ ബി ഈക്വൽ ടു വി ആണ്. ഇക്വേഷൻ 2 ബി ഈക്വൽ ടു ഐ ആർ. അതായത് EMF ഓഫ് ദിസ് വോൾട്ടേജ് സോഴ്സ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. അപ്പോൾ ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയെന്താ? വി എ ബി ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതിക്കൂടെ? സോ ഓൺ കമ്പയറിംഗ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2, വി എ ബി ഈക്വൽ ടു ഐ ആർ, ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു I into R, where I is the current flowing through the circuit when the terminals are shorted. Okay, ഇനി ഇത് ഈക്വലൻ ടു എ പാരലൽ സർക്യൂട്ട് ആണെന്ന്, അല്ലെങ്കിൽ ഈക്വലൻ ടു എ കറണ്ട് സോഴ്സ് ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് സോഴ്സിന് അക്രോസ് ആയിട്ടുള്ള, ആ ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും അതായത് വി എ ബിയും എന്താണെന്ന് തെളിച്ചാൽ മതി. ഐ ഇൻറ്റു ആർ ആണെന്ന് തെളിച്ചാൽ മതി. നോക്കാം, ഇവിടെ ഒരു കാര്യം കൂടി നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനൽ ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ ഇൻ ദ ക്ലോസ്ഡ് സർക്യൂട്ട് വെൻ എ വോൾട്ടേജ് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ദ കറണ്ട് സോഴ്സ് വിത്ത് ദ സെയിം റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്നാണ് ഈ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഞാൻ എന്ത് ചെയ്തു? കറണ്ട് സോഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്, വിത്ത് ദ സെയിം റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെർമിനൽ ഇതാണ് അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? എ ആൻഡ് ബി ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ്, ശരിയല്ലേ? കാരണം ഇത് പാരലൽ കണക്ഷനാണ്. അപ്പോൾ പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് എത്രയാണോ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളത് അത് തന്നെയായിരിക്കും ഈ എ ആൻഡ് ബി ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും. ക്ലിയർ? നമ്മൾ നോക്കുക, ഇത് ക്ലോസ്ഡ് ആണ്. ഇത് മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആണ്, പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഇതിലൂടെ നമ്മൾ കറണ്ട് സോഴ്സ് നമ്മൾ എടുത്തിട്ടത് ഐ ആണ്. അപ്പം ഈ ഐ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് റെസിസ്റ്റർ വിച്ച് വിൽ പ്രൊഡ്യൂസ് എ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദിസ് റെസിസ്റ്റർ വി ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആർ. സോ വി ആർ ഈക്വൽ ടു വി എ ബി. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഇനി വി ആർ എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞത്? വി ആർ ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലേ? കാരണം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഇത് റെസിസ്റ്ററിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആണ്. സോ വി എ ബി ഈക്വൽ ടു വി ആർ ഈക്വൽ ടു ഐ ആർ. ഇക്വേഷൻ നമ്പർ 4. ഇനി ഇക്വേഷൻ 3യും ഇക്വേഷൻ 4 നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇക്വേഷൻ 3ൽ വി എ ബി ഈക്വൽ ടു ഐ ആർ ആണ്. ഇക്വേഷൻ 4ലോ വി എ ബി ഈക്വൽ ടു വി ആർ ഈക്വൽ ടു ഐ ആർ. അതായത് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസും കറണ്ട് സോഴ്സ് വിത്ത് ദ സെയിം റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആ എ ആൻഡ് ബി ടെർമിനലിന് അക്രോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4 പ്രൂവ് ദാറ്റ് ദ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് ഈസ് ഈക്വലന്റ് ടു ഓർ ഈക്വൽ ടു കറണ്ട് സോഴ്സ് വിത്ത് ദ സെയിം റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫ്. അപ്പം നമ്മൾ ആദ്യം വോൾട്ടേജ് സോഴ്സ് എടുക്കുക, വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണെന്ന് നോക്കുക, രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. പിന്നെ കറണ്ട് സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ടെർമിനൽ അക്രോസ് ആയിട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആയിട്ട് കിട്ടി. സോ ദാറ്റ് ഈസ് ദ പ്രൂഫ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ: കൺവേർട്ട് ദ ഗിവൺ വോൾട്ടേജ് സോഴ്സ് ഇൻ ടു ഇക്വാലന്റ് കറണ്ട് സോഴ്സ്. തന്നിട്ടുള്ള വോൾട്ടേജ് സോഴ്സിനെ ഇക്വാലൻ്റ് ആയിട്ടുള്ള കറണ്ട് സോഴ്സ് ആക്കി മാറ്റണം. അപ്പം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള
സർക്യൂട്ട്. ഇവിടെ നോക്കുക, ഇവിടെ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് 15 വോൾട്ടേജ് ആണ്, തന്നിട്ടുള്ള റെസിസ്റ്റൻസ് 5 ഓം ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് കറണ്ട് സോഴ്സ് ആക്കി മാറ്റണമെങ്കിൽ ആ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ടെർമിനൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ കറണ്ട് ഐ വിൽ ഫ്ലോ ത്രൂ ദിസ് സർക്യൂട്ട്. സോ നമുക്ക് ഓംസ് ലോ പ്രകാരം നമുക്ക് എത്ര കിട്ടും? കറണ്ട് എത്ര കിട്ടും? ഐ വിൽ ബി ഈക്വൽ ടു V/R. ദാറ്റ് ഈസ് 15 ഡിവൈഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആംപിയർ. അപ്പോൾ നമ്മൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കറണ്ട് സോഴ്സ് കൊടുക്കുമ്പം ആ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് എത്രയായിരിക്കണം? 3 ആംപിയർ ആയിരിക്കണം. സോ 3 ആംപിയർ വിത്ത് ദ സെയിം റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പോൾ 5 ഓം ആണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് 5 ഓം ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദിസ് കറണ്ട് സോഴ്സ്. ഇനി ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നോക്കുക. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര ഇനി ആയിരിക്കണം? 15 കിട്ടുന്നുണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് ആവുള്ളൂ അല്ലേ? അപ്പോൾ നോക്കുക, ഈ സർക്യൂട്ട് അല്ലേ ഇപ്പം ക്ലോസ്ഡ് ഉള്ളൂ, ഈ സർക്യൂട്ട് ഓപ്പൺ അല്ലേ, ഈ സർക്യൂട്ട് അല്ലേ ക്ലോസ്ഡ് ഉള്ളൂ. അപ്പം ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദിസ് റെസിസ്റ്റർ? ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെയായിരിക്കും ഈ ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും വരുന്നത്, ശരിയല്ലേ? സോ VAB ഈക്വൽ ടു VR, ദാറ്റ് ഈസ് V5 ഓം റെസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് എത്രയാ? IR അല്ലേ വേണ്ടത്? സോ 3 ഇൻറ്റു R എത്രയാ? 5 അല്ലേ? 3 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വോൾട്ട്. സോ ദിസ് വോൾട്ടേജ് സോഴ്സ് ഈസ് കൺവേർട്ടഡ് ടു എ കറണ്ട് സോഴ്സ്. അപ്പോൾ കറണ്ട് സോഴ്സിലെ കറണ്ടിൻ്റെ വാല്യൂ 3 ആംപിയർ ആണ്. ഇവിടെ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് 15 വോൾട്ട് ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സോഴ്സ് കൺവേർഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആൻഡ് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. അതിൽ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്? Ideal constant voltage source is a source whose output voltage remains constant irrespective of the load current. അപ്പോൾ എന്താണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? ഏത് വോൾട്ടേജ് സോഴ്സിൻ്റെ ആണോ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ് കറണ്ട്. ലോഡ് കറണ്ട് എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ലോഡ് കറണ്ട് എന്തും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് മാറുമ്പോഴാണ് ലോഡ് കറണ്ട് മാറുന്നത്. അപ്പം ലോഡ് കറണ്ടിനെയോ ലോഡ് റെസിസ്റ്റൻസിനെയോ ഡിപ്പെൻഡ് ചെയ്യാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് V ആണ്. ഈ സെല്ല് വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു 0 ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് A and B എന്ന് പറഞ്ഞ ടെർമിനലാണ്. ഇതിന് അക്രോസ് ആയിട്ട് ഞാൻ ലോഡ് റെസിസ്റ്റർ കൊടുക്കുന്നു, RL കൊടുക്കുന്നു. അപ്പോൾ RL കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ എന്ത് ചെയ്യും? ലോഡ് കറണ്ട് പാസ് ചെയ്യും. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ IL. നമുക്ക് വേണ്ട എന്താണ്? ഈ ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള, അതായത് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കുക എന്നുള്ള. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഞാൻ VL ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ നിന്ന് വാട്ട് വിൽ ബി ദ ലോഡ് കറണ്ട്? എത്രയായിരിക്കും ലോഡ് കറണ്ട്? അപ്പം നോക്കുക, ഈ ഒരു സർക്യൂട്ട് മാത്രമേ ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൂ, ശരിയല്ലേ? അപ്പം ലോഡ് കറണ്ട് IL എന്തായിരിക്കും? ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കില്ലേ? ടോട്ടൽ EMF എത്രയാണ് ഈ സർക്യൂട്ടിൽ? V മാത്രമേ ഉള്ളൂ. സോ V ഡിവൈഡഡ് ബൈ, ഇനി റെസിസ്റ്റൻസുകൾ, ഒന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് R, ഒന്ന് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് ആണ്. സോ V ഡിവൈഡഡ് ബൈ R പ്ലസ് RL വിൽ ബി ദ ലോഡ് കറണ്ട്. സോ ലോഡ് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ലോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? IL ഇൻറ്റു RL. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് VL ഈക്വൽ ടു IL ഇൻറ്റു RL. ILൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ V ബൈ R പ്ലസ് RL ഇൻറ്റു RL. ഇനി ഞാൻ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ ഞാൻ ഐഡിയൽ എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ഉള്ള സെല്ലുകൾ അല്ലെങ്കിൽ സോഴ്സുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഐഡിയൽ കേസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക? R ഈക്വൽ ടു 0, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു 0 എന്നുള്ള കേസ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇഫ് R ഈക്വൽ ടു 0 ദെൻ VL എന്തായിരിക്കും? VL വിൽ ബി ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ 0 പ്ലസ് RL ഇൻറ്റു RL. അപ്പം ഇത് 0 ആയതുകൊണ്ട് V ഡിവൈഡ് ബൈ RL ഇൻറ്റു RL എന്ന് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ RL കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? V. ദാറ്റ് ഈസ് ദ വോൾട്ടേജ് ഓഫ് ദിസ് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? V ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ലോഡ് കറണ്ട് അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ലോഡ് റെസിസ്റ്റൻസ് എന്ത് കൊടുത്തപ്പോഴും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് തന്നെയാണ്? V തന്നെയാണ്. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ
ലോഡ് റെസിസ്റ്റൻസ്. ലോഡ് റെസിസ്റ്റൻസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഡ് കറണ്ടിനും എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, സോ അതാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്. എ വോൾട്ടേജ് സോഴ്സ് ദാറ്റ് മെയിൻറ്റെയിൻ its output voltage to a constant value irrespective of the load current or load resistance. Clear? ഇനി അപ്പോൾ അതാണ് ഞാനിവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് റിമൈൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലോഡ് കറണ്ട് ഓർ ലോഡ് റെസിസ്റ്റൻസ്. പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ? പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. പോസിബിൾ അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഐഡിയൽ കേസ് വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഐഡിയൽ കേസിൽ മാത്രമേ R = 0 ആവുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ R എന്താണുള്ളത്? നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ഉള്ള സെല്ലുകൾ പ്രാക്ടിക്കലി നമുക്കില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? വളരെ 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 കുറവായിരിക്കണം. കാരണം എന്നാലും ഇത് എന്ത് ചെയ്യുള്ളൂ? ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അപ്പം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വിൽ ബി നെഗ്ലിജിബിൾ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രാക്ടിക്കൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഈസ് എ വോൾട്ടേജ് സോഴ്സ് വിത്ത് നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പം ഇത് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് വരുമ്പം ഇതേപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ മറ്റൊരു കാര്യം കൂടെ പറയും. അപ്പം രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആവരുത്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അത് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ 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 കുറവായിരിക്കും, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. എ വോൾട്ടേജ് സോഴ്സ് ദാറ്റ് പ്രൊവൈഡ് കോൺസ്റ്റൻറ്റ് ലോഡ് കറണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് റെസിസ്റ്റൻസ്. അതായത് എന്താണ് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ എ വോൾട്ടേജ് സോഴ്സ് ദാറ്റ് പ്രൊവൈഡ് കോൺസ്റ്റൻറ്റ് ലോഡ് കറണ്ട്, IL കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന വോൾട്ടേജ് സോഴ്സുകൾ അല്ലേ? അപ്പം എ വോൾട്ടേജ് സോഴ്സ് ദാറ്റ് പ്രൊവൈഡ് കോൺസ്റ്റൻറ്റ് ലോഡ് കറണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. അപ്പം ഇവിടെ നോക്കുക, കോൺസ്റ്റൻറ്റ് ലോഡ് കറണ്ട് ആണ്, പക്ഷേ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ലോഡ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കാര്യം കൂടെ നമുക്കൊന്ന് കാണിക്കണം. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സർക്യൂട്ട് തന്നെയാണ്. അപ്പം V ഉണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ലോഡ് കറണ്ട് പാസ് ചെയ്യുന്നു, ദിസ് ഈസ് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, നൗ IL എന്തായിരുന്നു? IL = V / R+RL അല്ലേ? സപ്പോസ് ഈ ഒരു വോൾട്ടേജ് സോഴ്സിൻ്റെ ഇന്നൽ റെസിസ്റ്റൻസ് R ആണെങ്കിൽ IL = V/R+RL. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ഇത് മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമല്ല ലോഡ് റെസിസ്റ്റൻസിന് ഇൻഡിപെൻഡൻ്റ് ആണെന്നും പറയുന്നുണ്ട്. ഇതെങ്ങനെയായിരിക്കും പോസിബിൾ ആവുക? ഇത് പോസിബിൾ ആവാനുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിന് ഒരു ഡിപ്പെൻഡൻസി അതിൽ കാണിക്കാൻ പാടില്ല അല്ലേ? അപ്പം നോക്കിയേ, ഡിനോമിനേറ്റർ നോക്കിയേ, ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ 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 കൂടുതലായി കഴിഞ്ഞാൽ RLന് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ അല്ലേ? അപ്പോൾ നോക്കുക, ഇഫ് internal resistance is very very greater than RL, then changes in load resistance will not have much effects on the load current. അപ്പോൾ മനസ്സിലായല്ലോ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിനേക്കാളും വളരെ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോഡ് റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ സ്മോൾ ആണ്, നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വലിയ എഫക്റ്റുകളൊന്നും നമുക്ക് ബാധിക്കില്ല. അപ്പം അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, ഇൻ സച്ച് എ കേസ് ലോഡ് കറണ്ട് ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് റെസിസ്റ്റൻസ്. അപ്പം കമ്പാരിസൺ വരുന്ന സമയത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലും ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവായിട്ട് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്ത് ചെയ്തുള്ളൂ? നെഗ്ലിജിബിൾ RL നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒഴിവാക്കും. അപ്പോൾ വലിയ ചേഞ്ചുകളൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ക്ലിയർ? ഇനി ഒരു ഐഡിയൽ ആണെന്നുണ്ടെങ്കിലോ, ഇതൊരു ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിലോ, ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് എ സോഴ്സ് വിത്ത് ഇൻഫിനിറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇത് നോർമൽ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, വെരി വെരി ഗ്രേറ്റർ ദാൻ RL എന്നുള്ളത്. ഇതൊരു ഐഡിയൽ കേസ് ആയിരുന്നെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, പ്രാക്ടിക്കൽ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആർ ദ വോൾട്ടേജ് സോഴ്സസ് വിത്ത് വെരി ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിളി സ്മോൾ എന്നുള്ള കൺസിഡറേഷനാണ് പറഞ്ഞിട്ടുള്ളത്, കൺസെപ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയപ്പോൾ എന്തായി? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്
വെരി വെരി ഹൈ എന്നുള്ള കേസ്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സും എന്താണ് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലോഡ് കറണ്ട് ആണ്. കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെരി വെരി ഹൈ ആണ്. ഐഡിയൽ കേസ് ആണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലോഡ് റെസിസ്റ്റൻസ്. അപ്പം ഈ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയാനുള്ള കാരണം ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RLൻ്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, നെഗ്ലിജിബിളായിട്ട് നമുക്ക് ഒഴിവാക്കാമെന്നുള്ള കേസാണ്. അപ്പം വല്ലാതെ വേരിയേഷൻ വരില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് sources into constant voltage source and constant current source.